ഓസ്ട്രേലിയയുടെ മണ്ണിൽ കളിക്കാൻ പോകുന്നവർക്ക് പണ്ട് ഭയം കലർന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. സ്വന്തം മണ്ണിൽ കളിക്കുമ്പോൾ പരാജയം എന്തെന്ന് അറിയാൻ ഇഷ്ടപ്പെടാത്ത ഓസ്ട്രേലിയൻ ടീമിന്റെ കാലം. സ്വന്തം മണ്ണിൽ അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഓസ്ട്രേലിയൻ ടീം നാട് ഭരിച്ചിരുന്ന ഒരു കാലം. ഓസ്ട്രേലിയ കളിക്കാൻ പോകുന്ന ടീം തങ്ങളുടെ തോൽവി കളിക്ക് മുൻപേ മനസ്സിൽ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലം. എല്ലാ ക്യാപ്റ്റന്മാരും അതിനെതിരെ പോരാടാൻ തയ്യാറായി അവരുടെ മണ്ണിലേക്ക് എത്തി. വളരെ കുറച്ചു പേർ മാത്രമാണ് അവിടെ അവർക്കെതിരെ നിന്നിട്ടുള്ളത്. അങ്ങനെ ഓസ്ട്രേലിയ അരങ്ങുവാഴുന്ന കാലം. വളരെ കുറച്ചു പേർ മാത്രം തന്ത്രങ്ങൾ പയറ്റി അവർക്കെതിരെ നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിലൊന്നും ഓസ്ട്രേലിയ വഴങ്ങിയില്ല. അങ്ങനെ വിജയങ്ങൾ ആഘോഷിച്ച് ഓസ്ട്രേലിയ അരങ്ങുവാഴുന്ന കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1988 ഡൽഹിയിൽ ജനിച്ച ഒരു പയ്യൻ ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് പോരിന് വരുന്നത്. അവനാണ് വിരാട് കോഹ്ലി. പിന്നെ നടന്നത് ചരിത്രം. ബാക്കിയുള്ള ക്യാപ്റ്റന്മാരുടെ സ്ഥിരം ഫോർമുലകളല്ലായിരുന്നു അവന്റെ കയ്യിലുണ്ടായിരുന്നത്. ഓസ്ട്രേലിയയുടെ സ്ലെഡ്ജിംഗ് വേർഷന് എല്ലാ ക്യാപ്റ്റന്മാരും മൗനം കൊണ്ട് മറുപടി പറഞ്ഞപ്പോൾ അവൻ തിരിച്ചു കൊടുത്തത് ഓസ്ട്രേലിയൻ കളിക്കാരുടെ നാവ് അണ്ണാക്കിൽ കുരുങ്ങുന്ന സ്ലെഡ്ജിംഗ്. അവൻ പൊരുതാനായിരുന്നു കളത്തിലിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവന് ഭയം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഓസ്ട്രേലിയയുടെ വീര്യം അവന്റെ മുമ്പിൽ നിഷ്പ്രഭമായി. ഓസ്ട്രേലിയയുടെ വിജയം കാണാനിരുന്ന അവരുടെ കാണികൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ വിജയ മന്ത്രം എന്താണെന്ന് തന്റെ പെർഫോമൻസ് കൊണ്ടും തന്റെ ക്യാപ്റ്റൻസി കൊണ്ടും കോഹ്ലി എന്ന പയ്യൻ അന്ന് കാണിച്ചു കൊടുത്തു. മറ്റുള്ളവർ ഭയന്ന് പിന്മാറിയ സ്ഥലത്ത് അവൻ തന്റെ രാജ്യത്തിന്റെ കൊടി പാറി. അതിനോടൊപ്പം അവൻ എഴുതി ചേർത്തത് ഒരു ചരിത്രം കൂടിയായിരുന്നു.